നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. യോഗശാസ്ത്രത്തിലെ ഹസ്തമുദ്രകൾ നമുക്ക് ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ വേണ്ടി ഋഷിവര്യന്മാർ സൃഷ്ടിച്ചിട്ടുള്ളവയാണ്. നമ്മുടെ ശരീരത്തിലെ അടയാളങ്ങളും ശരീരത്തിലെ ഓരോ പ്രധാനമായിട്ടുള്ള ഭാഗങ്ങളും ഒക്കെ ആന്തരിക അവയവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഹസ്തമുദ്രകൾ ചെയ്യുക വഴി ആന്തരിക അവയവങ്ങളുടെയും മറ്റും ഊർജ്ജസ്വലത വർദ്ധിപ്പിക്കുന്നതിനും പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും ഒക്കെ സഹായിക്കും. ഹസ്തമുദ്രകൾ ആ തരത്തിലാണ് നമ്മളുടെ ആന്തരിക അവയവങ്ങൾക്ക് പ്രയോജനകരമാകുന്നത്. ഹൃദയ സംരക്ഷണത്തിന് വേണ്ട ഏതാനും മുദ്രകളെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തിയിരുന്നു. ഒരു പ്രേക്ഷകന്റെ ആവശ്യപ്രകാരം കിഡ്നി സംരക്ഷണത്തിനുള്ള മുദ്രകളാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളവരും രോഗങ്ങളുള്ളവരും കിഡ്നി സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ ഈ മുദ്രകളെ നിത്യം ചെയ്യുക വഴി രോഗങ്ങളിൽ നിന്ന് ആശ്വാസം നേടാനും കിഡ്നി സംരക്ഷണത്തിനുമൊക്കെ പ്രയോജനകരമാകുന്നതാണ്. നമ്മുടെ ശരീരത്തിന്റെ പരമപ്രധാനമായിട്ടുള്ള അവയവമാണ് കിഡ്നി. അതുകൊണ്ട് തന്നെ അത് സംരക്ഷിക്കേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണ്. ഇന്നത്തെ കാലത്ത് കിഡ്നി രോഗങ്ങൾ വർദ്ധിച്ചു വരികയാണ്. വിഷപദാർത്ഥങ്ങളൊക്കെ ഭക്ഷണത്തിൽ വരെ മായമുള്ള സ്ഥിതിക്ക് കിഡ്നി സംരക്ഷിക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. അങ്ങനെ വരുമ്പോഴാണ് ഈ യോഗശാസ്ത്രത്തിലെ ഹസ്തമുദ്രകൾ നമുക്ക് കൂടുതൽ പ്രയോജനകരമാകുന്നത്. ഇതിന് പാർശ്വഫലങ്ങളില്ല, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളില്ല. ഹസ്തമുദ്രകൾ ചെയ്യുക വഴി വളരെ എളുപ്പം രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനായിട്ട് സാധിക്കും. നമുക്ക് ഇന്ന് കിഡ്നി സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള 5 മുദ്രകളെ പ്രധാനമായി പരിചയപ്പെടാം. ആദ്യം നമുക്ക് പരിചയപ്പെടേണ്ടത് അപാന മുദ്രയാണ്. എല്ലാ വീഡിയോകളിലും പ്രധാനമായിട്ട് എല്ലാ രോഗത്തിനും വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു മുദ്രയാണ് അപാന മുദ്ര. പഞ്ചപ്രാണനുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാണനായിട്ടുള്ള അപാന പ്രാണന്റെ മുദ്രയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്ന മുദ്രകളെല്ലാം തന്നെ നേരത്തെ വിശദമായിട്ട് അതിന്റെ ഗുണഗണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോകളൊക്കെ കാണുക. പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഗുണഗണങ്ങളൊന്നും വിശദമായിട്ട് പറയുന്നില്ല. മുദ്ര എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മാത്രം പറഞ്ഞു പോകാം. അപാന മുദ്ര ചെയ്യേണ്ടത് വളരെ എളുപ്പമാണ്. ഇതുപോലെ 2 കൈകളും തള്ളവിരലിന്റെ അഗ്രഭാഗവും മോതിരവിരലിന്റെ അഗ്രഭാഗവും നടുവിരലിന്റെ അഗ്രഭാഗവും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. ചൂണ്ടുവിരലും ചെറുവിരലും ഇപ്രകാരം നിവർത്തി വെക്കുക. 3 വിരലുകളാണ് അഗ്രങ്ങൾ തമ്മിൽ യോജിപ്പിക്കേണ്ടത്. തള്ളവിരൽ, നടുവിരൽ, മോതിരവിരൽ. തള്ളവിരൽ, നടുവിരൽ, മോതിരവിരൽ. ചൂണ്ടുവിരലും ചെറുവിരലും ഇപ്രകാരം നിവർത്തി പിടിക്കുക. ഇങ്ങനെയാണ് അപാന മുദ്രയെ ചെയ്യേണ്ടത്. നമുക്കിനി അടുത്ത മുദ്ര പരിചയപ്പെടാം. അടുത്തത് മാതങ്കി മുദ്രയാണ്. വളരെ പ്രയോജനപ്പെട്ട ഒരു മുദ്രയാണ് മാതങ്കി മുദ്ര. ഇപ്രകാരം കൈകൾ കോർത്ത് പിടിക്കുക. ഇടത് കൈയുടെ തള്ളവിരൽ ഇപ്രകാരം മുകളിൽ വരുന്ന രീതിയിൽ കോർത്ത് പിടിക്കുക. ഇടത് കൈയുടെ തള്ളവിരൽ വലത് കൈയുടെ തള്ളവിരലിന് മുകളിൽ വരുന്ന രീതിയിൽ കോർത്ത് പിടിക്കുക. മറിച്ച് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഇപ്രകാരം പരസ്പരം എല്ലാ വിരലുകളും കോർത്ത് പിടിക്കുക. നടുവിരൽ ഇതേപോലെ നിവർത്തി 2 വിരലുകളും ചേർത്ത് പിടിക്കുക. മറ്റു വിരലുകളെല്ലാം തന്നെ ഇതുപോലെ മടക്കി കൈയുടെ പുറത്തോട് ചേർത്ത് വയ്ക്കുക. നടുവിരൽ മാത്രം ഇപ്രകാരം പരസ്പരം നിവർത്തി പിടിക്കുക. ഇങ്ങനെയാണ് മാതങ്കി മുദ്ര ചെയ്യേണ്ടത്. എല്ലാ വിരലുകളും പരസ്പരം ഇപ്രകാരം കോർത്തു വയ്ക്കുക. അതിനുശേഷം നടുവിരൽ നിവർത്തി 2 വിരലുകളും നടുവിരലുകൾ നിവർത്തി ഇപ്രകാരം പിടിക്കുക. ബാക്കി വിരലുകളെല്ലാം തന്നെ കൈയുടെ പുറം ഭാഗത്ത് ഇപ്രകാരം ചേർന്ന് നിൽക്കുന്ന രീതിയിൽ നിവർത്തി പിടിക്കുക. ഇങ്ങനെയാണ് മാതങ്കി മുദ്ര ചെയ്യേണ്ടത്. നമുക്കിനി അടുത്ത മുദ്രയെ പരിചയപ്പെടാം. അടുത്തത് മകരമുദ്രയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. മകരമുദ്ര ഇടത് കൈയുടെ കൈവെള്ളയുടെ മധ്യഭാഗത്തായിട്ട് വലത് കൈയുടെ തള്ളവിരലിന്റെ അഗ്രഭാഗം ഇപ്രകാരം അമർത്തി പിടിക്കുകയാണ് ചെയ്യുന്നത്. ഇടത് കൈയുടെ ചെറുവിരലിന്റെയും മോതിരവിരലിന്റെയും ഇടയിൽ കൂടി പ്രകാരം കടത്തിക്കൊണ്ട് വലത് കൈയുടെ തള്ളവിരലിന്റെ അഗ്രം കൊണ്ട് ഇടത് കൈയുടെ കൈവെള്ളയുടെ മധ്യഭാഗത്ത് ഇപ്രകാരം അമർത്തി പിടിക്കുക. അതിനുശേഷം ഇടത് കൈയുടെ തള്ളവിരലും ഇടത് കൈയുടെ മോതിരവിരലും പരസ്പരം ഇപ്രകാരം അഗ്രങ്ങൾ തമ്മിൽ ചേർത്ത് പിടിക്കുക. ഒരിക്കൽ കൂടി ഒന്ന് നോക്കാം. ഇപ്രകാരം ഇടത് കൈയുടെ തള്ളവിരലും ഇടത് കൈയുടെ മോതിരവിരലും അഗ്രങ്ങൾ തമ്മിൽ ചേർത്ത് പിടിച്ചുകൊണ്ടും ചെയ്യാം. ചേർത്ത് പിടിച്ചതിന് ശേഷം വലത് കൈയുടെ തള്ളവിരൽ ഇടത് കൈയുടെ മോതിരവിരലിനും ചെറുവിരലിനും ഇടയിലൂടെ ഇപ്രകാരം കടത്തി കൈവെള്ളയുടെ മധ്യഭാഗത്തായിട്ട് തൊട്ടുവയ്ക്കുക. ബാക്കി വലത് കൈയുടെ വിരലുകളെല്ലാം തന്നെ ഇപ്രകാരം കയ്യിൽ ചുറ്റിപ്പിടിക്കുക. ഇടത് കൈയുടെ ചൂണ്ടുവിരലും നടുവിരലും ഇപ്രകാരം V ആകൃതിയിൽ അകത്തി നിവർത്തി പിടിക്കുക. ഇപ്രകാരമാണ്
മകരമുദ്ര ചെയ്യേണ്ടത് മകരമൃഗത്തിന്റെ ആകൃതിയിൽ എത്തുക എന്നുള്ളതാണ് മുദ്രയുടെ പ്രത്യേകത. ഇപ്രകാരമാണ് മകരമുദ്ര ചെയ്യേണ്ടത്. ഒന്നുകൂടെ നോക്കാം. ഇതൊരു ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള, കണ്ടു മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു മുദ്ര ആയതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി ഒന്ന് നോക്കാം. ഇപ്രകാരം ഇടത് കൈയുടെ തള്ളവിരലും മോതിരവിരലും ഇപ്രകാരം അഗ്രങ്ങൾ തമ്മിൽ ചേർത്ത് പിടിക്കുക. വലത് കൈയുടെ തള്ളവിരൽ കൊണ്ട് ഇപ്രകാരം ഇടത് കൈയുടെ മോതിരവിരലിന്റെയും ചെറുവിരലിന്റെയും ഇടയിൽ കൂടി കൈവെള്ളയിലേക്ക് അമർത്തി പിടിക്കുക. മറ്റു വിരലുകൾ ഇപ്രകാരം ഇടത് കൈയോട് ചേർത്ത് പിടിക്കുക. ഇടത് കൈയുടെ ചൂണ്ടുവിരലും നടുവിരലും ഇപ്രകാരം നിവർത്തി പിടിക്കുക. ഇങ്ങനെയാണ് മകരമുദ്ര ചെയ്യേണ്ടത്. ഇനി നമുക്ക് അടുത്ത മുദ്ര പരിചയപ്പെടാം. അടുത്തത് മുകുള മുദ്രയാണ്. മുകുളം എന്നാൽ പൂമൊട്ട എന്നാണ് അർത്ഥം. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു മുദ്രയാണ്. എല്ലാ വിരലുകളുടെയും അഗ്രങ്ങൾ തമ്മിൽ ഇപ്രകാരം കൂട്ടി യോജിപ്പിക്കുക. ഇതിനാണ് മുകുള മുദ്ര എന്ന് പറയുന്നത്. ഇപ്രകാരം നമുക്ക് മുകുള മുദ്രയെ വളരെ എളുപ്പം ചെയ്യാവുന്നതാണ്. ഇനി കിഡ്നി സംരക്ഷണത്തിന് ഉതകുന്ന അഞ്ചാമത്തെ മുദ്രയായി പരിചയപ്പെടാം. അത് ഭൈരവ മുദ്രയാണ്. ഭൈരവ മുദ്ര ഇപ്രകാരം രണ്ട് കൈകളും ഇപ്രകാരം വിരലുകൾ പരസ്പരം ചേർന്നിരിക്കുന്ന രീതിയിൽ, അടുത്തിരിക്കുന്ന രീതിയിൽ ഇപ്രകാരം പിടിച്ചതിന് ശേഷം വലത് കൈ ഇപ്രകാരം മുകളിലായി വരത്തക്കവണ്ണം, ഇടത് കൈയുടെ മുകളിലായിട്ട് വരത്തക്കവണ്ണം ഇപ്രകാരം ചേർത്ത് വയ്ക്കുകയാണ്. ഈ മുദ്രയ്ക്കാണ് ഭൈരവ മുദ്ര എന്ന് പറയുന്നത്. ഇടത് കൈയുടെ കൈവെള്ളയ്ക്ക് മുകളിലായി വലത് കൈ ഇപ്രകാരം വെക്കുക. ഇത് നമ്മുടെ മടിയിലായിട്ട് ഇപ്രകാരം ഈ മുദ്ര പിടിച്ചുകൊണ്ട് നമുക്ക് മുദ്രയെ പൂർത്തിയാക്കാവുന്നതാണ്. 5 മുദ്രകളാണ് നിങ്ങൾക്കായിട്ട് അവതരിപ്പിച്ചത്. ഈ മുദ്രകളൊക്കെ തന്നെ ഏതെങ്കിലും ഇരുന്നുകൊണ്ടുള്ള യോഗാസനത്തിൽ, അല്ലെങ്കിൽ സുഖാസനത്തിലോ സ്വസ്തികാസനത്തിലോ പത്മാസനത്തിലോ വജ്രാസനത്തിലോ ഒക്കെ അവരവരുടെ ശാരീരിക പ്രത്യേകതകൾ അനുസരിച്ച് ഇരുന്നുകൊണ്ട് ഈ മുദ്രകളെ ചെയ്യുക. അതിന് സാധിക്കാത്തവർ കസേരയിൽ ഇരുന്നു കൊണ്ടോ ഒക്കെ നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. ഓരോ മുദ്രയും 5 മിനിറ്റ് എങ്കിലും കുറഞ്ഞത് ചെയ്യുക. 5 മുതൽ സമയത്തിനനുസരിച്ച് എത്ര സമയം നിങ്ങൾക്ക് ഇരിക്കാവോ അത്രയും സമയം ഇരിക്കുക. 5 മിനിറ്റ് വീതം ഓരോ മുദ്രയ്ക്കും ചെലവഴിച്ചാൽ 25 മിനിറ്റ് നിങ്ങളുടെ കിഡ്നിക്കായിട്ട് എല്ലാ ദിവസവും ഒന്ന് മാറ്റിവെക്കുക. അത് നിശ്ചയമായിട്ടും പ്രയോജനം ചെയ്യും. ഈ മുദ്ര പിടിച്ചുകൊണ്ട് സ്വസ്ഥമായി ഇരുന്നതിന് ശേഷം ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സാവകാശം ശ്വാസോച്ഛ്വാസത്തെ പൂർണ്ണമായിട്ടും നമ്മളുടെ ശ്വാസനാളിയിൽ പൂർണ്ണ ശ്വസനം നടക്കുന്ന രീതിയിൽ ശ്വാസോച്ഛ്വാസം ദീർഘമായിട്ട് എടുക്കുക. സാവകാശം അത് പുറത്തേക്ക് വിടുക. ഇപ്രകാരം ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മുദ്രകളെ ചെയ്യുക. വളരെ പ്രയോജനം കിട്ടും. കൂടുതൽ സമയം ചെയ്യാൻ സാധിക്കുന്നവർക്ക് അപ്രകാരം കൂടുതൽ സമയമെടുത്ത് ചെയ്യാം. വളരെ വിശദമായിട്ട് അത് ചെയ്യേണ്ട രീതികളും ഒക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ പ്രത്യേകം ചെയ്തിരുന്നു. ആ വീഡിയോ ഒക്കെ പ്ലേലിസ്റ്റിൽ നിന്ന് എടുത്ത് കാണുക. മനസ്സിലാക്കിക്കൊണ്ട് ഈ മുദ്രകളെ ചെയ്യാം. ഇത് ആർക്കും, ഏത് പ്രായത്തിലുള്ളവർക്കും, ഏത് ശാരീരിക അവസ്ഥയിലുള്ളവർക്കും ഈ മുദ്രയെ ചെയ്യാവുന്നതാണ്. രോഗങ്ങളുള്ളവർക്കും രോഗങ്ങളില്ലാത്തവർക്കും ഒക്കെ മുദ്രയെ ചെയ്യാം. തീർച്ചയായിട്ടും അതിന്റെ പ്രയോജനം ലഭിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ഇതുപോലുള്ള നല്ല വിഷയവും വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.